ഹലോ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിന്റെ ഗതി നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട്. കേൾക്കുമ്പോൾ അതിശയമായി തോന്നാം, അല്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെപ്പറ്റിയാണ്. ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ പരാജയങ്ങൾ നിങ്ങൾ തന്നെ സൃഷ്ടിക്കുകയാണെങ്കിലോ? നിങ്ങളുടെ ദൈനംദിന ചിന്തകൾ തന്നെയാണോ നിങ്ങളുടെ വിജയത്തിന് തടസ്സമാകുന്നത്? ആലോചിക്കുമ്പോൾ തന്നെ ഒരു പേടി തോന്നുന്നുണ്ടല്ലേ? ഇതിന്റെ യഥാർത്ഥ കാരണം ഇന്ന് നമ്മൾ പൊളിച്ചെഴുവാൻ പോവുകയാണ്. അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഗെയിം പ്ലാൻ. ക്യാപ്റ്റനും ജോലിക്കാരും തമ്മിലുള്ള ബന്ധം, അബദ്ധത്തിലുള്ള കണ്ടീഷനിംഗ് എന്ന കെണി, ഓട്ടോ സജഷൻ, വിഷ്വലൈസേഷൻ, പിന്നെ എങ്ങനെ സ്വന്തം ജീവിതത്തിന്റെ സൃഷ്ടാവാകാം. ഇത്രയുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ കാര്യം, ക്യാപ്റ്റനും ജോലിക്കാരും. നമ്മളിൽ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ മനസ്സ് വളരെ വ്യത്യസ്തമായ രണ്ട് തലങ്ങളിലാണ് ശരിക്കും പ്രവർത്തിക്കുന്നത്. നമ്മുടെ ബോധമനസ്സിനെ, അതായത് കോൺഷ്യസ് മൈൻഡിനെ, ഒരു കപ്പലിലെ ക്യാപ്റ്റനായിട്ടൊന്ന് സങ്കൽപ്പിക്കുക. ക്യാപ്റ്റൻ ഭയങ്കര ലോജിക്കലാണ്, തീരുമാനങ്ങൾ എടുക്കുന്നു. എന്നാൽ മറുവശത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഉപബോധ മനസ്സ്, അവർ ആ കപ്പലിന്റെ അടിത്തട്ടിൽ പണിയെടുക്കുന്ന സാധാരണ ക്രൂവിനെ പോലെയാണ്. അവർക്ക് ലോജിക്കില്ല, തികച്ചും ഇമോഷണലാണ്. ക്യാപ്റ്റൻ എന്ത് പറയുന്നു അതവർ അപ്പാടെ അനുസരിക്കും, യാതൊരു തർക്കവുമില്ല. ഈ ക്രൂവിന്റെ യഥാർത്ഥ പണി എന്താണെന്നറിയാമോ? നമ്മുടെ പഴയ ഓർമ്മകൾ, ശീലങ്ങൾ, എന്തിന് ഹൃദയമിടിപ്പ് പോലും നിയന്ത്രിക്കുന്നത് ഇവരാണ്. ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിലെ വിശ്വാസങ്ങൾക്കനുസരിച്ച് പുറമേയുള്ള യാഥാർത്ഥ്യത്തെ മാറ്റാൻ ഈ ഉപബോധ മനസ്സ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരേ കഴിവുള്ള രണ്ടുപേർക്ക് രണ്ട് വ്യത്യസ്ത റിസൾട്ട് കിട്ടുന്നത് ഇതുകൊണ്ടാണ്. സിംപിളായി പറഞ്ഞാൽ, എല്ലാം നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസം പോലെയിരിക്കും. ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ പോയിന്റ്, അബദ്ധത്തിലുള്ള കണ്ടീഷനിംഗ്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലെ ജോലിക്കാർക്ക് നമ്മൾ എങ്ങനെയാണ് തെറ്റായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ചില ഡയലോഗുകളില്ലേ? നിന്നെക്കൊണ്ടിതൊന്നും നടക്കില്ല, പണമുണ്ടാക്കാൻ ഭയങ്കര പാടാണ്, ജീവിതം വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് കേട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങും. പിന്നെ അത് വലിയ ഉത്കണ്ഠകളായി നമ്മളെ എപ്പോഴും പിന്നോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരു വലിയ ട്രാപ്പാണ് കേട്ടോ. ഞാൻ ഭയപ്പെടുത്തുന്ന ഒരു കഥ പറയാം. ഒരാൾ എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു, എന്റെ മകളുടെ അസുഖം ഭേദമാവാൻ എന്റെ വലതുകൈ വേണമെങ്കിലും ഞാൻ കൊടുക്കും. പുള്ളി ഭയങ്കര ഇമോഷണലായിട്ടാണിതെപ്പോഴും പറഞ്ഞിരുന്നത്. നമ്മൾ വെറുതെ പറയുന്നൊരു ഡയലോഗല്ലേ ഇത്. പക്ഷെ എന്താ സംഭവിച്ചതെന്നറിയാമോ? വളരെ ദാരുണമായൊരു അപകടത്തിൽ പുള്ളിക്ക് യഥാർത്ഥത്തിൽ സ്വന്തം വലതുകൈ നഷ്ടപ്പെട്ടു. കേൾക്കുമ്പോൾ ഷോക്കിംഗ് ആണല്ലേ? ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഈ തമാശയും അതിശയോക്തിയുമൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ വൈകാരികമായി എന്ത് പറയുന്നു അത് അതുപോലെ തന്നെ അനുസരിക്കും. അത് ഒരിക്കലും തമാശയായി എടുക്കില്ല. അപ്പോ പിന്നെ ഈ പഴയ ചിന്തകളെ എങ്ങനെ മാറ്റാം? അവിടെയാണ് നമ്മൾ മൂന്നാമത്തെ പോയിന്റിലേക്ക് വരുന്നത്. ഓട്ടോ സജഷൻ ഉപയോഗിച്ചുള്ള റീപ്രോഗ്രാമിംഗ്. നമ്മുടെ ആ പഴയ കണ്ടീഷനിംഗ് മാറ്റാൻ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നൊരു ബ്രഹ്മാസ്ത്രമാണിത്. എന്താണ് ഈ ഓട്ടോ സജഷൻ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. പഴയ ചിന്തകളെ എടുത്ത് മാറ്റിയിട്ട് അവിടെ ബോധപൂർവം പുതിയ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഫീഡ് ചെയ്തു കൊടുക്കുക. നെഗറ്റീവ് കാര്യങ്ങൾ എങ്ങനെയാണോ മനസ്സിൽ കയറിക്കൂടിയത്, അതേ ടെക്നിക് തന്നെ ഉപയോഗിച്ച് നമുക്ക് പോസിറ്റീവ് ചിന്തകളെയും മനസ്സിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതൊന്ന് കേട്ടുനോക്കൂ. കടുത്ത സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്ന ഒരു ഗായിക, അയ്യോ ഞാൻ സ്റ്റേജിൽ കയറി പാളിപ്പോകുമോ എന്നുള്ള പഴയ പേടിക്ക് പകരം ഞാൻ അടിപൊളിയായിട്ട് പാടും, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്നവർ നിരന്തരം സ്വയം പറഞ്ഞു പഠിച്ചു. റിസൾട്ട് എന്തായിരുന്നു എന്നറിയാമോ? അവിശ്വസനീയമാം വിധം മികച്ചൊരു പ്രകടനം. ആ പേടിയെ മുഴുവൻ അവർ ശാന്തമായ ആത്മവിശ്വാസമാക്കി മാറ്റി. ഇതാണ് ഓട്ടോ സജഷന്റെ പവർ. അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ഇത്രയും പവർ ഉണ്ടെന്ന് പറയുന്നത്. എനിക്കിത് താങ്ങാൻ കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ തോറ്റുപോയേക്കാം എന്ന് പറയുന്നതിന് പകരം ഒന്ന് മാറ്റിപ്പിടിച്ചു നോക്കൂ. എന്നെ തേടി നല്ല അവസരങ്ങൾ വരും, എനിക്കിതിന് കഴിയും എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾ ശരിക്കും ആ കപ്പലിലെ ക്യാപ്റ്റൻ ക്രൂവിന് കൊടുക്കുന്ന കമാൻഡ് മാറ്റിയെഴുതുകയാണ്. നിങ്ങൾ പറയുന്ന വാക്കുകളാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന നാലാമത്തെ കാര്യം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ്. പുതിയ യാഥാർത്ഥ്യത്തെ ദൃശ്യവൽക്കരിക്കൽ അഥവാ വിഷ്വലൈസേഷൻ. നമ്മുടെ ഡീപ്പ് മൈൻഡ് ചിത്രങ്ങളെ എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റാണ് കേട്ടോ. നമ്മൾ വ്യക്തമായി സങ്കല്പിക്കുന്നൊരു കാര്യവും ശരിക്കും നടക്കുന്ന കാര്യവും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ഉപബോധ മനസ്സിന് മനസ്സിലാകില്ല. അതായത്
നിങ്ങളൊരു വിജയം നിരന്തരം ഇങ്ങനെ സങ്കൽപ്പിക്കുമ്പോൾ അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു എന്ന രീതിയിലാണ് നിങ്ങളുടെ തലച്ചോറ് അതിനോട് പ്രതികരിക്കുന്നത്. അതൊരു മാജിക് പോലെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്പോർട്സ് താരങ്ങളും പ്രസംഗകരും ബിസിനസ്സുകാരുമൊക്കെ അവരുടെ പെർഫോമൻസ് നന്നാക്കാൻ ഈ മെന്റൽ റിഹേഴ്സൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മളിൽ പലരും എന്താ ചെയ്യാ? നടക്കാൻ സാധ്യതയുള്ള ഏറ്റവും മോശം കാര്യങ്ങളായിരിക്കും എപ്പോഴും സങ്കൽപ്പിക്കുക. ഇങ്ങനെ എപ്പോഴും പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾ പേടിക്കുന്ന അതേ കാര്യം തന്നെ സംഭവിക്കാൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കും. സോ വളരെ ശ്രദ്ധിക്കുക. ഇനി അഞ്ചാമത്തെയും അവസാനത്തെയും ഭാഗം, സൃഷ്ടാവായി മാറുക. വെറുതെ എങ്ങോട്ട് ഒഴുകി നടക്കുന്നതിനു പകരം നമ്മുടെ ജീവിതക്കപ്പലിന്റെ സ്റ്റിയറിംഗ് വീൽ നമ്മുടെ കൈകളിൽ തന്നെ പിടിക്കാനുള്ള സമയമാണിത്. ഇതിനായിട്ട് വളരെ സിമ്പിളായ ഒരു 3 സ്റ്റെപ്പ് ഗെയിം പ്ലാൻ ഉണ്ട്. 1. ആദ്യം നിങ്ങളുടെ ഉള്ളിൽ വരുന്ന നെഗറ്റീവ് ചിന്തകളെ പറ്റിയൊരു ബോധമുണ്ടാക്കുക. 2. ആ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ തന്നെ അതിനെ മാറ്റി നല്ല പോസിറ്റീവ് ചിന്തകളാക്കി മാറ്റുക. 3. കിടന്നുറങ്ങുന്നതിന് തൊട്ടുമുമ്പുള്ള ഒരു റിലാക്സ്ഡ് സമയമുണ്ടല്ലോ, അപ്പോൾ നല്ല പോസിറ്റീവ് കാര്യങ്ങൾ മനസ്സിൽ പറയുക. കാരണം ആ സമയത്ത് നമ്മുടെ ബോധമനസ്സിന്റെ ഗാർഡ് ഡൗൺ ആയിരിക്കും. അപ്പോൾ പുതിയ പ്രോഗ്രാമിംഗ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറാൻ വളരെ എളുപ്പമാണ്. ഈയൊരു കാര്യം എപ്പോഴും ഓർക്കുക. ആത്മവിശ്വാസം എന്നത് ഒരു സ്വഭാവമായി മാറുന്നതിനു മുമ്പ് അതൊരു ചിന്ത മാത്രമാണ്. വിജയം എന്നത് ഒരു നേട്ടമായി മാറുന്നതിനു മുമ്പ് അതൊരു വെറും വിശ്വാസം മാത്രമാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ബ്ലൂ പ്രിന്റ് ഒന്ന് മാറ്റി എഴുതിയാൽ സ്വന്തം ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള അപാരമായ ശക്തി നിങ്ങൾക്ക് കിട്ടും. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇന്നത്തെ ഈ എക്സ്പ്ലെയിനർ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് രാത്രി മുതൽ ഏത് തരത്തിലുള്ള ഒരു ജീവിതമായിരിക്കും നിങ്ങൾ നിരന്തരം സങ്കൽപ്പിക്കാൻ തുടങ്ങുന്നത്? ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ പുതിയ യാഥാർത്ഥ്യം തുടങ്ങുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. ഒരു നല്ല മാറ്റത്തിന് ഇന്ന് തന്നെ തുടക്കമാകട്ടെ.